Welcome back, my dear children. Assalamu alaikum wa rahmatullahi wa barakatuh. Moving on to lesson 16. ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഹർഫ് ത്വാ. ത്വാ, ത്വാ, ത്വി, തു, ത്വ്, ത്വൻ, ത്വിൻ, തുൻ. ത്വാ, ത്വാ, ത്വി, തു, ത്വ്, ത്വൻ, ത്വിൻ, തുൻ. ത്വാ, ത്വാ, ത്വി, തു, ത്വ്, ത്വൻ, ത്വിൻ, തുൻ. ഓക്കെ. ഇനി ഈ ത്വാ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ലെസണിലെ മെയിൻ വേർഡാണ് മാം വായിക്കാൻ പോകുന്നത്. അത് ശ്രദ്ധിച്ചിരിക്കുക. ത്വബുലുൻ. എന്താണ്? ത്വബുലുൻ. ത്വബുലുൻ എന്നതിൻ്റെ മീനിങ് ഡ്രം. DRUM, ഡ്രം. ത്വബുലുൻ, ഡ്രം. ത്വബുലുൻ, ഡ്രം. ത്വബുലുൻ, ഡ്രം. ഡ്രമ്മിൻ്റെ ചിത്രം കണ്ടില്ല? ചെണ്ട. അതിനെയാണ് ത്വബുലുൻ എന്ന് പറയുക. ചെണ്ട കണ്ടിട്ടുണ്ടാവും അല്ലേ എല്ലാവരും? ചെണ്ട അറിയാലോ. അതിനെയാണ് അറബിയിൽ പറയുന്ന വേർഡാണ് ത്വബുലുൻ. ത്വബുലുൻ, ഡ്രം. ഓക്കെ. നെക്സ്റ്റ് വേർഡ് സൗത്വൻ. സൗത്വൻ, സൗത്വൻ. നെക്സ്റ്റ് ത്വീ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ത്വിഫ്ലുൻ. ത്വിഫ്ലുൻ, ത്വിഫ്ലുൻ. ഓക്കെ. നെക്സ്റ്റ് തു കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തുറുക്കുൻ. തുറുക്കുൻ, തുറുക്കുൻ. നെക്സ്റ്റ് നമ്മുടെ ഈ ലെസണിലെ മെയിൻ വേർഡ് ഏതാ? ത്വബുലുൻ. ത്വബുലുൻ, ത്വബുലുൻ. നെക്സ്റ്റ് സൗത്വിൻ. സൗത്വിൻ, സൗത്വിൻ. ഓക്കെ. ലാസ്റ്റ് വൺ അത്വാറുൻ. അത്വാറുൻ, അത്വാറുൻ. ഓക്കെ. അപ്പോൾ ഈ ലെസണിൽ വർക്കുകളൊക്കെ ചെയ്തിട്ട് മാമിന് അയച്ചു തരണം. അതെന്തൊക്കെയാണെന്ന് അറിയാലോ, എന്നാലും മാം ഒന്നുകൂടെ പറഞ്ഞു തരാം. ഹർഫ് ത്വാ, ത്വാ, ത്വി, തു, ത്വ്, ത്വൻ, ത്വിൻ, തുൻ. ഈ ലെസണിലെ മെയിൻ വേർഡായ ത്വബുലുൻ, മീനിങ് ഡ്രം, അതും 10 times ഷീറ്റിൽ എഴുതിയിട്ട് മാമിന് കാണിക്കുക. മറ്റുള്ള വേർഡ്സുകളൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ കോളത്തിൽ 3 times എഴുതിയിട്ട് അതും അയച്ചു തരാം. ഓക്കെ. ഇനി പേജ് നമ്പർ 38 നല്ല കുട്ടികളുടെ 2 ഗുണങ്ങളാണ് മാം പറയാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കുണ്ടോയെന്ന് നിങ്ങൾ ആലോചിക്കുക. എന്താണ് ആദ്യത്തേത്? കുറേ പറഞ്ഞിട്ടുണ്ട് നല്ല കുട്ടികളുടെ ഗുണങ്ങൾ അല്ലേ? നല്ല കുട്ടികളുടെ കാര്യങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ പറയുന്നത് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന്, നല്ല കുട്ടികൾ ഒന്നിനും വാശി പിടിക്കുകയില്ല. എന്താണ്? നല്ല കുട്ടികൾ ഒന്നിനും വാശി പിടിക്കുകയില്ല. ഒന്നിനും, നല്ല കുട്ടികൾ ഒന്നിനും വാശി പിടിക്കുകയില്ല. മക്കൾ വാശി പിടിക്കാറുണ്ടോ? ഇല്ല അല്ലേ? നല്ല മക്കളാണ്. മാമിൻ്റെ മക്കളൊക്കെ നല്ല കുട്ടികളാണ്. വാശി പിടിക്കുക ഏത് കുട്ടികളാണ്? ചീത്ത കുട്ടികൾ. നല്ല കുട്ടികൾ എന്ത് ചെയ്യില്ല? തീരെ വാശി ഉണ്ടാവില്ല അവർക്ക്. അതന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള വാശികൾ ഉണ്ടാവില്ല. എനിക്കത് കിട്ടണം എന്നുള്ള നിർബന്ധമായിട്ടുള്ള ഒരു ഇതുകൾ അല്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല കുട്ടികൾക്ക്. അത് കുഴപ്പമില്ല, ഇനി അത് കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് ഉള്ള ഒരു ഇത് വേണം, ഒരു വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ്.
അത് പ്രശ്നമില്ല, താത്ത എടുത്തോട്ടെ അല്ലെങ്കിൽ ഉണ്ണി എടുത്തോട്ടെ എന്നൊക്കെ പറയും. ചില കാര്യങ്ങൾ ഉണ്ണിയുടെ അടുത്തു നിന്ന് അത് കിട്ടണം, അല്ലെങ്കിൽ താത്താരുടെ അടുത്തു നിന്ന് അല്ലെങ്കിൽ ഇക്കാടെ അടുത്തു നിന്ന് ആ സാധനം എനിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾക്ക് നമ്മൾ ചില ചീത്ത കുട്ടികൾ, നല്ല കുട്ടികൾ ചെയ്യില്ല, ചീത്ത കുട്ടികൾ അങ്ങനെ വാശി പിടിക്കൂലേ. അപ്പം നല്ല കുട്ടികൾ എന്ത് ചെയ്യില്ല, അങ്ങനെ ഒന്നും വാശി പിടിക്കില്ല, അത് കുഴപ്പമില്ല എന്ന് പറയും. ഓക്കെ. പിന്നെ അടുത്ത ഗുണം എന്താണെന്നറിയോ നല്ല കുട്ടികളുടെ? നല്ല കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കുന്നു. ഇത് മക്കളൊക്കെ അനുസരിക്കാറില്ലേ? ഉണ്ടോ? അനുസരിക്കണം കേട്ടോ. അനുസരിക്കുന്നവരാണ് മാതാപിതാക്കളെ, ഉമ്മാനെയും ഉപ്പാനെയൊക്കെ അനുസരിക്കുന്നവരാണ് നല്ല കുട്ടികൾ. പിന്നെന്താണ്? അവർക്ക് സേവനങ്ങൾ ചെയ്യുന്നു, അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അവരെ സഹായിക്കുന്നു. അതാണ് സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ. അവർക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ചെറിയ ജോലികൾ, നിങ്ങൾ ചെറിയ മക്കളല്ലേ, പറ്റുന്ന ഹെൽപ്പുകൾ ഉമ്മാക്കും ഉപ്പാക്കും വീട്ടിലുള്ളവർക്കൊക്കെ ചെയ്തു കൊടുക്കുക. അതാണ് നല്ല കുട്ടികൾ ചെയ്യുക. നല്ല കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കുന്നു, അവർക്ക് സേവനങ്ങൾ ചെയ്യുന്നു. സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവരെ സഹായിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക അല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നവരാണ് ആര്? നല്ല കുട്ടികൾ. അപ്പോൾ മാമിൻ്റെ മക്കൾ നല്ല കുട്ടികളാവണം കേട്ടോ. അതൊക്കെ ചെയ്യുന്ന നല്ല കുട്ടികളല്ലേ? നല്ല കുട്ടികളാണോ നിങ്ങൾ? ആണ് അല്ലേ? എല്ലാവരും നല്ല കുട്ടികളാണോ എന്ന് പറഞ്ഞേ. നല്ല കുട്ടികളാണ് എന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഞങ്ങൾ നല്ല കുട്ടികളാണ് എന്ന് പറഞ്ഞേ. അത് തന്നെ. അപ്പോൾ മാമിൻ്റെ മക്കൾ ഉമ്മാനെയും ഉപ്പാനെയൊക്കെ അനുസരിക്കുക, അവർക്ക് ഹെൽപ്പ് ചെയ്യുക, അവരെ സഹായിക്കുക, പിന്നെ ഒന്നിനും വാശി പിടിക്കാണ്ടിരിക്കുക. അതൊക്കെ ചെയ്യുന്നവരാണ് ആര്? നല്ല കുട്ടികൾ. ഇതൊക്കെ ചെയ്യുന്നവരാണ് മാമിൻ്റെ മക്കൾ നല്ല കുട്ടികൾ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നവരെല്ലാവർക്കും ഇഷ്ടമുണ്ടാവും, അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവും, വീട്ടിലുള്ളവർക്ക് ഇഷ്ടമുണ്ടാവും. എന്നിട്ട് പറയും, എൻ്റെ മക്കൾ ഉമ്മ ഇപ്പൊക്കെ പറയൂലേ, എൻ്റെ മക്കൾ നല്ല കുട്ടികളാണ്. ടീച്ചേഴ്സ് പറയും, ഞാൻ പഠിപ്പിക്കുന്ന മക്കൾ നല്ല കുട്ടികളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവണ മക്കളായി മാറും നല്ല കുട്ടികളായാൽ. എന്താണ് അവർ ചെയ്യുക? ഒന്നിനും വാശി പിടിക്കില്ല. നല്ല കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കുന്നു, അവർക്ക് സേവനങ്ങൾ ചെയ്യുന്നു, അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ മക്കൾ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ. ഇതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.